നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വഴിതെറ്റലുകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തെറ്റിപ്പോയ വഴിയിൽ നിന്ന് ശരിയായ ഒരു വഴിയിലേക്ക് തിരികെ വരിക എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായൊരു കാര്യമാണ്. ഒരു വ്യക്തി യാത്ര ചെയ്തു പോകുമ്പോൾ അയാൾക്ക് വഴിതെറ്റിയെന്ന് അയാളുടെ ഉള്ളിൽ അയാൾക്ക് ബോധ്യപ്പെട്ടാൽ പിന്നീട് ഒരിക്കലും ആ വഴിയിലൂടെ അയാൾ യാത്ര ചെയ്യുകയില്ല. എന്നാൽ അനേകം പേര് ആ വ്യക്തിയോട് പറയുകയാണ്, ഇതാ നിൻ്റെ വഴിതെറ്റി. ആ വ്യക്തിക്കുള്ളിൽ വ്യക്തമായൊരു ബോധ്യമുണ്ട്, തെറ്റിയിട്ടില്ല എന്നൊരു ബോധ്യം ഉള്ളിലുണ്ടെങ്കിൽ അയാൾ ആ വഴിയിലൂടെ തന്നെ യാത്ര ചെയ്യും. അയാളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യം, തെറ്റി എന്നത് സത്യമാണെങ്കിൽ അവൻ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരുകയില്ല. ഒരുപക്ഷെ പിന്നീട് എത്തിച്ചേരാൻ അവൻ ശ്രമിക്കുമ്പോൾ എത്തിച്ചേരാൻ പറ്റാത്ത വിധം അവനൊരു പക്ഷെ അകന്നു പോയെന്നിരിക്കാം. അതുകൊണ്ട് നൂറ്റാണ്ടുകളായി ഇതാ ഭൂമിയിൽ തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് ദൈവവചനം. തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ പോലും സത്യമാണ് ദൈവവചനം. എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യകുലത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവവചനം സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ വചനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്. യേശുക്രിസ്തു ഒരു യൗവനക്കാരൻ എന്ന നിലയിൽ തൻ്റെ ദൗത്യത്തിനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവനെ സ്വാധീനിച്ച രണ്ട് വചനങ്ങളാണുള്ളത്. ഒന്ന്, സാത്താൻ്റെ വചനം അവൻ്റെ അടുക്കിലേക്ക് വന്നു. രണ്ട്, ദൈവം അവനെക്കുറിച്ചൊരു കമൻറ്റ് പാസ്സാക്കി. ദൈവം അവനൊരു ഓഫറും കൊടുത്തില്ല. പറഞ്ഞതാണ്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ ആത്മാവിൽ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ട് അവൻ ശുശ്രൂഷയ്ക്കായി ഇറങ്ങി. സാത്താൻ അവനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ശക്തിയും നിൻ്റെ കഴിവും ഉപയോഗിച്ച് നിൻ്റെ വിശപ്പും ദാഹവും തീർക്കുക. യേശുക്രിസ്തു തനിക്ക് ലഭിച്ച കഴിവോ ശക്തിയോ ഉപയോഗിച്ച് തൻ്റെ വിശപ്പും ദാഹവും തീർക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഈ വിശപ്പും ദാഹവും നിലനിൽക്കണമെന്നതാണ് പിതാവിൻ്റെ ഹിതമെങ്കിൽ അത് നിലനിൽക്കട്ടെ. എൻ്റെ ഭൂമിയിലെ ദൗത്യം ദാഹം തീർക്കലല്ല, വിശപ്പ് തീർക്കലല്ല. മറിച്ച് എന്താണ് എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം? ഈ ഭൂമിയിൽ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് പിതാവിൻ്റെ ഹിതം നിറവേറാനാണ്. അതുകൊണ്ട് ഓരോ യുവതി യുവാക്കന്മാരും പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുണ്ടാകുന്ന വിശപ്പും ദാഹവും തീർക്കാൻ ഈ ഭൂമിയിൽ ആരെക്കൊണ്ടും ആവില്ല. ഒരു യുവാവും ഒരു യുവതിയും മനസ്സിലാക്കണം, ഓരോ ദൈവവൈതലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിൻ്റെയെല്ലാം പുറകെ ആകർഷിക്കപ്പെട്ടു പോയാലും ഈ ഭൂമിയിലെ ഒന്നിനും നമ്മുടെ ആന്തരികതയിൽ ഇപ്പോഴുള്ള ദാഹത്തിന്, നമ്മളുടെ ഹൃദയത്തിൽ ഇപ്പോഴുള്ള വിശപ്പിനെ സൗഖ്യപ്പെടുത്താൻ, ശാന്തമാക്കാൻ, ഇല്ലാതാക്കാൻ കഴിവുള്ള ഒന്നും ഈ ഭൂമിയിൽ ഇപ്പോഴില്ല. എന്നാൽ ലോകത്തിൽ പലതും നിങ്ങളോട് പറയും, എന്നെ കൊണ്ടാവും. ചില വ്യക്തികൾ നിങ്ങളോട് പറയും, എന്നെ കൊണ്ടാവും നിനക്ക് കിട്ടാത്ത സ്നേഹം നൽകാൻ. ഒരു കാലയളവ് കഴിയുമ്പോൾ അവർ പറയും, എന്നെ കൊണ്ടാവില്ല. സമ്പത്ത് നമ്മളെ നോക്കി പറയും, നിന്റെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായി സമ്പത്ത് കാരണമാണ്. കുറേ കാലം കഴിയുമ്പോൾ സമ്പത്ത് നമ്മളോട് പറയും, നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവില്ല. പ്രിയമുള്ളവരെ, വളരെ സമ്പന്നയായി ജീവിച്ചൊരു സ്ത്രീയാണ്. ഈ ലോകത്തിലെ മിക്കവാറും എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ സഹായം ഈ വ്യക്തിക്ക് കിട്ടി. പക്ഷേ ആ വ്യക്തിയുടെ
ശരീരത്തെ സുഖപ്പെടുത്താൻ അവരുടെ പണം കൊണ്ടോ വൈദ്യശാസ്ത്രം കൊണ്ടോ സാധിച്ചില്ലെന്ന് മാത്രമല്ല, ഒരു രോഗം വന്ന് ആ സ്ത്രീ മരിച്ചു പോവുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താ? പണം കൊണ്ടോ ചികിത്സ കൊണ്ടോ ഒരു വ്യക്തിയെ രക്ഷിക്കാനാവില്ല. ആ വ്യക്തി ഒരു വലിയ കാലയളവ് മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്താണ്? എനിക്ക് പണമില്ലാത്തത് കൊണ്ടാണ്, എനിക്ക് അധികാരമില്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം വന്നത്. പത്രങ്ങളിലൊക്കെ കണ്ടു, ആ വ്യക്തിയുടെ ചെറുപ്പകാലങ്ങളിൽ ഒത്തിരി തിരസ്കരണങ്ങളുടെയും പീഡനങ്ങളുടെയും പുറന്തള്ളപ്പെടലുകളുടെയും അപമാനങ്ങളുടെയും അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വ്യക്തി ചിന്തിച്ചു, എൻ്റെ തിരസ്കരണത്തിന് കാരണം എനിക്ക് സമ്പത്തില്ലാതെ പോയി, അധികാരമുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതൊന്നും ഉണ്ടാകില്ല. അങ്ങനെ അധികാരം മുഴുവൻ പിടിച്ചടക്കി. എന്നിട്ടും ആ വ്യക്തി രക്ഷപ്പെട്ടില്ല. സമ്പത്ത് ഒരു മനുഷ്യനെ കൊണ്ട് ആർജിക്കാവുന്നതിന് ഉപയോഗിക്കാവുന്നതിൻ്റെ ഒരു 10 ഇരട്ടിയോ 100 ഇരട്ടിയോ സമ്പാദിച്ചു. അതുകൊണ്ടും ആ വ്യക്തിക്ക് ഒരു നല്ല ചികിത്സ പോലും ശരിയായി കിട്ടിയില്ല. ഇതൊന്നുമില്ലാത്തവന് ഇതാ എല്ലാം ദൈവം കൊടുക്കും. നിങ്ങളിവിടുന്ന് ഈ ധ്യാനം കഴിയുമ്പോൾ പോകുന്നതിന് മുമ്പ് ഇതിലെ മുകളിലേക്ക് കയറിയാൽ ഒരു സ്ഥാപനമുണ്ട്. ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് സെൻ്ററാണ്. അവിടെ കിടക്കുന്നതിൽ ഭൂരിപക്ഷം രോഗികളും ജീവിതത്തിൽ ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പോയതാണ്. അതിൽ ചിലരെയൊക്കെ സ്നേഹിക്കുമെന്ന് ചിന്തിച്ചവർ ഉപേക്ഷിച്ചു പോയവരാണ്. ഭാര്യ ഉപേക്ഷിച്ച് പോയവരുണ്ട്. ഹോസ്പിറ്റലിൽ രക്ഷപ്പെടുകയില്ലെന്ന് കണ്ട ഭാര്യ ഇട്ടിട്ട് പോയവരുണ്ട്. ജീവിത പങ്കാളി മരിച്ച് വേർപെട്ടത് കൊണ്ട് അനാഥമായി തീർന്ന വ്യക്തിത്വങ്ങളുണ്ട്. മക്കൾക്ക് ജന്മം നൽകി, പക്ഷേ മക്കൾ മാനസിക രോഗികളായതുകൊണ്ട് മാതാപിതാക്കളെ നോക്കാനോ ഭക്ഷണം കൊടുക്കാനോ പറ്റാത്തത് കൊണ്ട് വേദനിക്കുന്ന വ്യക്തികളുണ്ട്. അവിടെ ഒരു അമ്മച്ചി താമസിക്കുന്നുണ്ട്. 9 വർഷമായിട്ട് കഴിച്ചിട്ടുള്ള ഭക്ഷണം കഞ്ഞിവെള്ളവും നാരങ്ങാച്ചാറുമാണ് മാത്രം. കഞ്ഞിയും നാരങ്ങാച്ചാറും അല്ലാത്ത ഒരു ഭക്ഷണവും പുള്ളിക്കാരത്തി കഴിച്ചിട്ടില്ല. എല്ലാ ദിവസവും രോഗിയായിരിക്കുന്ന മകൻ ചില കഞ്ഞിയൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കലക്കി ചില നാരങ്ങാച്ചാറും ഇട്ടിട്ട് കോരി വായിക്കൊടുക്കും. അത് മതി ഒരു മനുഷ്യന് ജീവിക്കാൻ. അങ്ങനെ എല്ലും തോലുമായ സ്ത്രീ കിടക്കുന്നു. മക്കളുണ്ടെങ്കിൽ എല്ലാം ആയെന്ന് ചിന്തിച്ച സ്ത്രീ ഇന്ന് അതുകൊണ്ട് പോറ്റപ്പെടുന്നില്ല. പിന്നെ പോറ്റപ്പെടുന്നത് എങ്ങനെയാണ്? ഇതാ ക്രിസ്തു കൈ നീട്ടുമ്പോൾ മറ്റുള്ളവർ യേശുവിൻ്റെ കരസ്പർശനം കൊണ്ട് നല്ല അനുഭവങ്ങൾ കിട്ടി, അവരുടെ മാംസത്തിൻ്റെയും രക്തത്തിൻ്റെയും വിലയെടുത്ത് വെക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രവർത്തനം വഴിയാണ് ഈ പറഞ്ഞ ആളുകൾക്കെല്ലാം അനാഥത്വം മാറിയത്, ദാഹം തീർന്നത്, വിശപ്പ് തീർന്നത്. അതുകൊണ്ട് യൗവനക്കാരുത്തി, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ നീ ഇന്ന് ആശ്രയിക്കുന്ന ഒരു സോഴ്സിനും സാധിക്കുകയില്ല. അതാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നമ്മെ സുഖപ്പെടുത്താനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഒരുവൻ പുതിയ കാഴ്ചപ്പാടുമായിട്ട് വന്നത്. ഇപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണ്. സഭയെ വിളിക്കുന്ന പേര് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സഭയെന്നാണ്. കെംദ സഭ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സഭയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു കല്ലറ തകർത്ത് അവൻ പുറത്തു വന്നു. 3-ാം ദിവസം അവൻ കല്ലറ തകർത്ത് പുറത്തു വന്നു. കല്ലറ പൊട്ടിത്തകർന്നു. യേശു ക്രിസ്തു പുറത്തു വന്നു. പ്രിയമുള്ളവർ, യേശു ക്രിസ്തുവിൻ്റെ കൂടെ 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. യേശുവിനെ സ്നേഹിച്ച സ്ത്രീകളുണ്ടായിരുന്നു. അവൾ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച വ്യക്തികളുണ്ടായിരുന്നു. അങ്ങനെ പലരും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെല്ലാം യേശുവിനെ സ്നേഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, പള്ളിയിൽ പോയിരുന്നു, നമ്മളെയൊക്കെ പോലെ തന്നെ. പക്ഷേ
യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അത് ഒരു വിശ്വാസ സത്യമാണ്. പക്ഷേ മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതല്ല നമ്മുടെ വിശ്വാസം. മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മുടെ വിശ്വാസം. എന്നിട്ട് സ്വർഗത്തിലേക്ക് കയറി അവൻ തൻ്റെ മഹത്വത്തിൽ തിരിച്ചു വരും. ഇത്രയും വിശ്വാസമുണ്ട് നമുക്ക്. ഇത്രയും വിശ്വസിക്കണം നമ്മൾ. ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ യേശു ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടായില്ല. എൻ്റെ മുട്ടിന് വേദന മാറിയെന്ന് വിശ്വസിച്ചുകൊണ്ടായില്ല. പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ആൻസർ തന്നെ കറക്റ്റ് വന്നു, അതുകൊണ്ട് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു. ഒരു കാര്യവുമില്ല. അടുത്ത പരീക്ഷയ്ക്ക് ഒന്നും അറിയാൻ മേലാത്തതാണ്, വിശ്വാസം പോയില്ലേ. ഞാൻ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ തന്നെയാണ് എനിക്ക് അന്ന് തന്നെ കല്യാണാലോചന വന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് എടുത്തിട്ട് 4 തൊഴിച്ച് കഴിയുമ്പോഴത്തേനും ആ വിശ്വാസം അങ്ങ് പോവുക. ഇതാണോ തന്നത്? അപ്പോൾ ഭൗമികമായ രീതിയിൽ നമ്മൾ വിശ്വാസം കരുപ്പിടിപ്പിക്കാൻ നോക്കിയാൽ നമ്മൾ തകർന്നു പോകും. ഈ കാലഘട്ടത്തിലെ അനേക യുവതിയുവാക്കന്മാരുടെ വിശ്വാസ മേഖല സത്യത്തിൽ ഉറപ്പുള്ള പാറമേലല്ല നിൽക്കുന്നത്. ഞാൻ പല യുവാക്കന്മാരെയും യുവതികളെയും പരിചയപ്പെട്ടിട്ടുണ്ട്. അതിലൊരു പയ്യനെ ഈ അടുത്ത കാലത്ത് പരിചയപ്പെട്ടപ്പോൾ അവൻ്റെ പ്രത്യേകത, അവൻ വിദേശ രാജ്യത്ത് ജനിച്ചു വളർന്ന കുട്ടിയാണ്. മാതാപിതാക്കന്മാർ വളരെയധികം പ്രാർത്ഥനയും ദൈവഭക്തിയും പള്ളിയിലുമൊക്കെ ആക്റ്റീവായിട്ടുള്ളവർ. ഈ പയ്യൻ ചെറുപ്പകാലം മുതൽ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് അവൻ ഡിഗ്രി പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവൻ്റെ മാർക്ക് കുറഞ്ഞുപോയി. അവനിങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ദൈവത്തോട് ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, എന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെയല്ലേ ചെയ്തത്, അതുകൊണ്ട് ഇനി പള്ളിയിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. വൈദികർ വീട്ടിൽ ചെന്നാൽ അവൻ മുറിക്കകത്ത് കയറിയിരിക്കും. ആളുകളുടെ മുമ്പിലേക്ക് അവൻ വരികയില്ല. ഇതാണ് അവൻ്റെ പ്രത്യേകത. അവനോട് ചോദിക്കാൻ പറയുന്നത്, എനിക്ക് വിശ്വാസമില്ല, ഞാൻ ഇന്ന് വരെ വിശ്വസിച്ചിരുന്നതെല്ലാം തകർന്നു പോയി. അപ്പോൾ അവൻ വിശ്വസിച്ചിരുന്നത് എന്തെങ്കിലും യഥാർത്ഥത്തിലുള്ളതാണോ? അല്ല, യഥാർത്ഥ വിശ്വാസമായിരുന്നില്ല അവനുള്ളത്, എങ്കിൽ തകരുകയില്ലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന, ആധ്യാത്മിക ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾക്ക് വലിയ മാറ്റമുണ്ടാകണം. പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 11 മുതൽ ഉള്ള വചനം നമുക്കൊന്ന് വായിക്കാം. മറിയം കല്ലറയ്ക്കു വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയമുള്ളവരെ, മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. ആരാ ഈ മറിയം? ആ യേശുക്രിസ്തു ഒരു പാപിനിയായ സ്ത്രീയെ വിമോചനം കൊടുത്തു കൊണ്ടുവന്നു. അതുകൊണ്ട് അന്ന് മുതൽ യേശുവിനോട് അവൾക്ക് ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിനെ ക്രൂശിത്തറച്ചത്. എല്ലാവരും പോയിട്ടും വളരെ ചുരുക്കം ചില സ്ത്രീകൾ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നതിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ക്രിസ്തുവിന് വേണ്ടി വേണമെങ്കിൽ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പക്ഷത്ത് നിന്ന്, യേശുക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്ന സ്ത്രീകളിൽ ഒരാളാണ് ഈ മറിയം. ആ മറിയം ഇതാ യേശുക്രിസ്തുവിനെ വെച്ചിരിക്കുന്ന കല്ലറയുടെ ചവിട്ടിപ്പോയി നിൽക്കുകയാണ്. എന്തിനാണ് നിൽക്കുന്നത്? കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. എന്തിനാണ് കരഞ്ഞത്? യേശുക്രിസ്തു മരിച്ചു. അവളുടെ മനസ്സെന്താണ്? യേശുക്രിസ്തു മരിച്ചു. ഇനി വായിച്ചേ. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞു കല്ലറയിലേക്ക് നോക്കി. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്തു? കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി, കല്ല് കണ്ടു. പിന്നെ വായിച്ചേ. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. പ്രിയമുള്ളവരെ, ഈ മരിച്ച സ്ഥലത്ത്, ശവം വെച്ചിരുന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിനെ അവൾ നോക്കി. നമ്മളൊന്ന് ആലോചിക്കണം, അവളുടെ ഹൃദയത്തിലൊരു ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിനെ കൊണ്ട് വെച്ചിരിക്കുന്ന സ്ഥലം കല്ലറയാണ്. ആ കല്ലറയിൽ പോയി ആര് നോക്കി? മറിയം നോക്കി. വല്ല തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. പക്ഷെ നോക്കിയപ്പോൾ അവിടെ ആരെ കണ്ടില്ല? യേശുവിനെ കണ്ടില്ല. നമ്മളൊക്കെ പലയിടത്തും യേശുവിനെ നോക്കാറുണ്ട്, ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷെ അവിടെ കാണുമോ? പലപ്പോഴും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? നോക്കിയപ്പോൾ 2 ദൂതന്മാരിരിപ്പുണ്ട്. ദൂതന്മാരുടെ പ്രത്യേകത എന്താണ്? നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്ന ദൂതന്മാരാണ്. ദൂതന്മാർ നിർദ്ദേശം കൊടുത്തു. എന്താ പറഞ്ഞത്? അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണു നീ കരയുന്നത്? അപ്പോൾ നമ്മൾ സാധാരണ ദൂതന്മാരെയും കാണാറില്ല. ദൂതന്മാരോട് സംസാരിക്കുകയാണെങ്കിൽ ദൂതന്മാരെന്ത് ചെയ്യും? കാര്യങ്ങൾ പറയും. ഉടനെ ദൂതന്മാർ ചോദിച്ചു,
എന്തിനാണ് നീ കരയുന്നത്? നമ്മളോട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുക, എന്നാ കരയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? ഇല്ല, ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ദൂതന്മാർ ചോദിച്ചു, എന്തിനാ നീ കരയുന്നത്? വായിച്ചേ. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയമുള്ളവരെ, ഇതാ ആ സ്ത്രീ പറയുകയാണ്, ഈ എൻ്റെ യേശുക്രിസ്തുവിനെ ആരോ എന്ത് ചെയ്തുകൊണ്ടു? എടുത്തോണ്ട് പോയി. എവിടുന്ന്? ഈ കല്ലറയ്ക്കകത്തുനിന്ന്. എവിടെയാ വെച്ചെന്നറിയാൻ മേല. അതുകൊണ്ട് ഇപ്പം യേശുക്രിസ്തു എന്ന് പറയുന്ന സംഭവം ഇല്ല. ഭൂമി എവിടെ പോയെന്നറിയാൻ മേല. ആരാണ്ടോ കട്ടോണ്ട് പോയി. യേശുക്രിസ്തുവിനെ ആരോ കട്ടോണ്ട് പോയി. അതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മാനസികാവസ്ഥയാണ്. ഇനി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. പ്രിയമുള്ളവരെ, ഇത് പറഞ്ഞേച്ച് അവൾ തിരിച്ചു നോക്കിയപ്പം ആരെ കണ്ടു? യേശുവിനെ കണ്ടു. അവൾ എന്നാ ചിന്തിച്ചത്? എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരു പെണ്ണ് കരഞ്ഞുകൊണ്ട് നിൽക്കുക. ആരെ നോക്കിയാ കരഞ്ഞത്? യേശുവിനെ കാണാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനോട് യേശു ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? ഉടനെ അവൾ എന്നാ പറഞ്ഞു? വായിച്ചേ. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക. ഇന്നത്തെ യുവതി യുവാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. യേശുവിനെ കാണുമ്പോൾ തോട്ടക്കാരനായും തോട്ടക്കാരനെ കാണുമ്പോൾ യേശുവായിട്ടും തോന്നും. ഈ കാലഘട്ടത്തിലെ യുവതി യുവാക്കന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി തോട്ടക്കാരനെ കാണുമ്പോൾ യേശുവാണെന്നും യേശുവിനെ കാണുമ്പോൾ തോട്ടക്കാരനാണെന്നും തോന്നും. അതുകൊണ്ട് തോട്ടക്കാരൻ എവിടെ ഇരിക്കുന്നു? ഹൃദയത്തിൽ ദൈവമായി ആരാധിക്കപ്പെടുന്നു. എന്നിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്യുന്നു? യേശുക്രിസ്തു തോട്ടക്കാരനായിട്ട് പുറത്തു നിൽക്കുന്നു. ഇന്ന് യുവതി യുവാക്കന്മാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇത് തന്നെയാണ്. ഈ തെറ്റിദ്ധാരണ അവരുടെ ഉള്ളിൽ കയറിക്കൂടിയിരിക്കുകയാണ്. ഇനി വായിച്ചേ. യേശു അവളെ വിളിച്ചു, മറിയം. കണ്ടോ പ്രിയമുള്ളവരെ? അപ്പോൾ ഓർക്കണം, ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത, ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തിൽ പ്രിയമുള്ളവരെ അവൾ അന്വേഷിക്കുന്നത് ആരെയാണ്? ആ ദൂതന്മാർ ചോദിച്ചു, നിങ്ങൾ ആരെയാണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ആരെ അന്വേഷിക്കുന്നത്? യേശുവിനെ. ഏത് യേശുവിനെ? ചത്ത യേശുവിനെ. അവൾ ആരോടാ ചോദിക്കുന്ന? യേശുവിനെ. യേശുവിനോട് തന്നെ ചോദിക്കുക, തോട്ടക്കാരാ, യേശുവിനെ കണ്ടോ? ഏത് യേശുവിനെയാ? ചത്ത യേശുവിനെ. നമ്മൾ വിശ്വസിക്കേണ്ട യേശു ആരാ? ജീവനുള്ള യേശുവിനെയാണ് ഒരു വ്യക്തി വിശ്വസിക്കേണ്ടത്. പക്ഷേ മഗ്ദലന മറിയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ആരാ? ജീവിച്ചിരിക്കുന്ന, എന്നേക്കും ജീവിക്കുന്ന യേശുവാണോ? അതോ മരിക്കാൻ സാധ്യതയുള്ള യേശുവാണോ? മരിക്കാൻ സാധ്യതയുള്ള യേശുവാണ്. കണ്ടോ, നമ്മുടെയൊക്കെ ഉള്ളിലും ഇതുപോലെ തകരുന്ന വിശ്വാസങ്ങളാണ് കിടക്കുന്നത്. നമുക്ക് യേശുക്രിസ്തുവിൻ്റെ ജീവിതകാലത്തെ ഒരു സംഭവത്തിലേക്കൂടെ പോകാം. പ്രിയമുള്ളവർ, യേശുവുമായിട്ട് ഏറ്റവും അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ഒരു കുടുംബമാണ് ലാസറിൻ്റെ കുടുംബം. ലാസറിൻ്റെ കുടുംബത്തിൽ വലിയ സ്നേഹബന്ധം. അവരുടെ വീട്ടിൽ പോയി യേശു ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ നല്ല സ്നേഹബന്ധത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം യേശു ആ സ്ഥലത്ത് ഇല്ലാതിരുന്ന സമയത്ത് ആര് മരിച്ചുപോയി? ലാസർ മരിച്ചുപോയി. ലാസർ മരിച്ച ഉടനെ ഒരാളെ വിട്ട് യേശുക്രിസ്തുവിനെ വിവരം അറിയിച്ചു. എന്താ അറിയിച്ചത്? സ്നേഹിതനായ ലാസർ മരിച്ചുപോയി. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു പറഞ്ഞു, നമുക്ക് ഒരു 2-3 ദിവസത്തെ പരിപാടിയുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാം. ഒരു 2-3 ദിവസമുണ്ട്. ഒരു 3 ദിവസം യേശുക്രിസ്തു അനങ്ങിയില്ല. അപ്പം ശിഷ്യന്മാർ പറഞ്ഞ് അവരുടെ വീട്ടിൽ പോയി ഫുഡ് അടിക്കുകയും ചെയ്യും, അവരുടെ വീട്ടിൽ തീറ്റയും കൂടിയായിട്ട് കിടന്നേച്ച് അങ്ങേര് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങേർക്കൊരനക്കമില്ല. ഇതെല്ലാം വെറും വേഷം കെട്ടലല്ലേ? സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ
ലാസർ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്തേനെ? നിങ്ങൾക്ക് നല്ല സ്നേഹമുള്ള ആളുകൾ മരിച്ചാൽ എന്നാ ചെയ്യുന്നത്? അന്നേരം തന്നെ കരയും. പിന്നെ പുറമേ സ്നേഹമുണ്ട്, അകത്ത് വലിയ സ്നേഹം ഇല്ലാത്തവരാണെങ്കിലോ വീഡിയോക്കാർ വരുമ്പം കരയും. നമ്മളങ്ങനെയല്ല, എല്ലാവരെയും റെഡിയാക്കി നിർത്തിയിട്ട് വീഡിയോക്കാരെയൊക്കെ നിർത്തിയിട്ട് ഒരൊറ്റ കരച്ചിൽ. ലൈവ് പ്രോഗ്രാം ഇപ്പോൾ പോകുന്നുണ്ട് ചിലരുടെ ശവടക്കം. അമേരിക്കയിലുള്ള സുഹൃത്തുക്കളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവുകാരെ എല്ലാം വിളിച്ച് വരും. 40,000 രൂപ കൊടുത്ത് ലൈവ് പ്രോഗ്രാം നടത്തി ക്യാമറ എല്ലാം എടുത്ത് വെച്ച് എല്ലാം റെഡിയാക്കി നിർത്തും. അതിനുശേഷം യൂണിഫോം ഒക്കെ ഇട്ട്, ഇപ്പോൾ ഡ്രസ് കോഡുണ്ട്. മരിച്ചു പോകുന്ന വീടുകളിലെ മക്കളെല്ലാം ഇതാ ജുബ്ബ ഇതൊക്കെ ഇട്ട് ഒരേ സാരിയൊക്കെ ഉടുത്ത് നല്ല ടിപ്പ് ടോപ്പായിട്ട് നിൽക്കും. ലൈനായിട്ട് നിന്ന് ഉമ്മ കൊടുക്കുന്നു. വരുന്നവർക്ക് ലൈനായിട്ട് നിന്ന് ഷെയ്ക്കാൻ്റൊക്കെ കൊടുക്കുന്നു. എന്നിട്ട് മുറി കയറ്റി കാപ്പി കൊടുത്തിട്ട് വിടുന്നു. അങ്ങനത്തെ പല പരിപാടികളും ഇപ്പോൾ മരിച്ച വീട്ടിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രിയമുള്ളവർ, അവരൊക്കെ ഈ ലൈവ് പരിപാടി വെച്ച ഒരു പൊട്ടിക്കരച്ചിലുണ്ട്. അതെന്തിനാണ്? അമേരിക്കയിലെ പിള്ളേർക്ക് കൂട്ടുകാർക്ക് മനസ്സിലാകണം, അപ്പൻ ചത്തപ്പോൾ ഇവനെന്തുണ്ട്? സ്നേഹമുണ്ട്. യേശു ക്രിസ്തുവിന് ഇങ്ങനത്തെ കാപട്യമൊന്നുമില്ലായിരുന്നു. യേശു ക്രിസ്തു 3 ദിവസം അവിടെ നിന്നു. അതിൻ്റെ അർത്ഥം എന്താ? ലാസർ മരിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ മരണമെന്ന് പറഞ്ഞിരിക്കുന്നതിനെ മനസ്സിലാക്കിയിരിക്കുന്നത് ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മരണമായിട്ട് നമ്മൾ കാണുന്നത്. യേശു ക്രിസ്തുവിന് ശരീരത്തിലിരുന്നാലും ശരീരത്തിൻ്റെ പുറത്തിരുന്നാലും ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ലാസറിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടുപോയിട്ടും കർത്താവിനൊരു ഫീലിംഗും ഇല്ല, ഒരു ഫീലിംഗും ഇല്ല. ഇപ്പോൾ ഒരു കൊച്ച്, അവന് നമ്മളൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. ഒരു ട്രെയിനാണ്. അവൻ പാളമൊക്കെ റെഡിയാക്കി വെച്ചു. ട്രെയിനൊക്കെ നട്ടും ബോൾട്ടുമൊക്കെ ഇട്ട് ഉറപ്പിച്ച് പാലമൊക്കെ ഉണ്ടാക്കി. അങ്ങനത്തെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇപ്പം. നമുക്ക് പണ്ടത്തെ കാലത്താണ് ഈ വെള്ളക്ക ഉരുട്ടൊക്കെ. ഇപ്പോൾ അങ്ങനത്തെ പുതിയ പുതിയ പരിപാടിയാണ്. അതെല്ലാം റെഡിയാക്കി വെച്ച് അപ്പനെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് അപ്പൻ ടി വിയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കൊച്ചൊരു തട്ടും മുട്ടും കൊടുത്ത് ട്രെയിൻ എന്ത് ചെയ്തെല്ലാം മറിഞ്ഞ് പാളമെല്ലാം തെറ്റി എല്ലാം പോയി. കൊച്ചു കരച്ചിലും തുടങ്ങി. കൊച്ചു നിലവിളിക്കുകയാണ്, എല്ലാം പോയി. ഉടനെ അപ്പം നോക്കി, എന്നിട്ട് പറഞ്ഞ് ഞാനിപ്പം വരാമെന്ന് പറഞ്ഞു. കൊച്ചു പറഞ്ഞ് ആണ്ടെ ചേട്ടൻ ഇതെല്ലാം വന്ന് തട്ടിക്കളഞ്ഞ്. കൊച്ചു പോയി ഇതെല്ലാം പോയെന്ന്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അപ്പം ചെന്നിട്ട് ഇതെല്ലാം പതുക്കെ അടുക്കി വെച്ച്. അടുക്കി വെച്ചിട്ട് ട്രെയിനിനൊരു കീയും കൂടെ കൊടുത്തു. പഴയ പോലെ തന്നെ ട്രെയിൻ വട്ടത്തിലോടുന്നു. കാരണം അപ്പനറിയാം, അത് വാങ്ങിക്കൊടുത്തവനറിയാം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. എന്ത് സംഭവിച്ചു എന്നുള്ള ഒറ്റ നോട്ടത്തിന് മനസ്സിലായി. ഇത്രയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നറിയാം. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ ചിലർ പാളം തെറ്റിയതാണ്. ചില പാളം തെറ്റിയ കേസൊക്കെ ഉണ്ട്. ക്ലാസ്സും വചനമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഓർക്കും ഇനിയിപ്പോൾ അത് വിടണോ വിടണ്ടയോ, ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇതിൻ്റെ ദുരന്തഫലങ്ങൾ വരാൻ പോകുന്നു, മക്കളെ എഫക്റ്റ് ചെയ്യാൻ പോകുന്നു, എന്നാ ചെയ്യും ഇത്. പാവങ്ങളെല്ലാം കൂടെ ഇങ്ങനെ 4 സൈഡിൽ കൂടെയും അത് രാവിലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുക. മൊത്തത്തിൽ ഇതിനകത്ത് വന്ന് കയറണ്ടായിരുന്നു എന്ന് തന്നെ ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. മുടിയാനായിട്ട് വന്നും പോയി, ഇനിയൊട്ട് ഇറക്കി വിടത്തുമില്ല. ഗേറ്റിൻ്റെ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഇറങ്ങി പോയാൽ കൊള്ളാവുന്നുണ്ട്, നാണക്കേടല്ലേ. അങ്ങനെ മൊത്തത്തിലൊരു നാണക്കേടായെങ്കിലോ എന്നെല്ലാം വിചാരിച്ച് നമ്മളെന്നാൽ പിന്നെ 5 ദിവസം ഇരിക്കാം എന്ന പ്രതീക്ഷയിലാണ്. പിന്നെ ദേഹം ചൊറിഞ്ഞ് അവിടെ നോക്കി ഇവിടെ നോക്കി പട്ടിക്കൂടിൻ്റെ വാതിക്കലൂടെയൊക്കെ പോയി ഇങ്ങനെ വട്ടത്തിൽ ഒരു 5 ദിവസം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ ലാസർ മരിച്ചു, യേശു ക്രിസ്തു അനങ്ങിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു നമുക്ക് ബഥാനിയ വരെ ഒന്ന് പോകാം, ബഥാനിയ വരെ ഒന്ന് പോയേക്കാം. ഉടനെ തോമാസ്ലീഹ പറഞ്ഞു നമുക്കും അവനോടുകൂടെ മരിക്കാൻ പോകാം. എൻ്റെ അർത്ഥം എന്താ? പ്രിയമുള്ളവരെ, അങ്ങോട്ട് പോയാൽ തല്ല് മേടിക്കുമെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരും വലിയ ബലം കൊടുക്കാഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെന്ന് മനസ്സിലായപ്പോൾ തോമാസ്ലീഹ പറഞ്ഞു അവിടെ പോയാൽ അടി ഉറപ്പാണ്, ചിലപ്പോൾ തട്ടിക്കളയാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് രക്തസാക്ഷിത്വത്തിന് വേണ്ടി നമുക്കും കൂടെ പോയേക്കാം എന്ന് പറഞ്ഞ് ഇവരെല്ലാം കൂടെ പോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പ്രിയമുള്ളവരെ, മാർത്ത യേശുവിനോട് പറഞ്ഞു, ഓടി ചെന്നിട്ട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീ ഇവിടെ ഇല്ലാതെ പോയതുകൊണ്ട് ആര് മരിച്ചു? ലാസർ മരിച്ചു. എൻ്റെ ജീവിതത്തിൽ ഈ ഗതികേടൊക്കെ ഇങ്ങനെ വരാൻ കാര്യം എന്താ? യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയതുകൊണ്ട് ഇങ്ങനൊക്കെ ഇപ്പം സംഭവിച്ചിരിക്കുകയാണ്, മരിച്ചു. അപ്പോൾ ഈ
ഈ മാർത്തയുടെ ജീവിതത്തിലെ ഹൃദയത്തിൽ സഹോദരനായ ലാസർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചു പോയോ? മാർത്തയുടെ ഉള്ളിൽ ആര് മരിച്ചു? ലാസർ മരിച്ച്. നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് പറയുക, ലാസർ മരിച്ചു. എല്ലാവരും കൂടെ ചേർന്ന് ഒരു കല്ലറ ഉണ്ടാക്കി കല്ലറയ്ക്കകത്ത് ഈ കൊച്ചിനെ, ഈ ആളെ വെച്ച് മനുഷ്യനെ വെച്ചിട്ട് കല്ലറ അടച്ച്. അതിൻ്റെ അർത്ഥം എന്താ? ആ പ്രദേശത്തുള്ള മുഴുവൻ മനുഷ്യരും വിശ്വസിക്കുന്നത് ആര് മരിച്ചെന്നാ? ലാസർ മരിച്ച്. ഉടനെ യേശുക്രിസ്തു ആ കല്ലറയുടെ വാതിൽക്ക് ചെന്നിട്ട് ഒരൊറ്റ പറച്ചില്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഉടനെ പറഞ്ഞു ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ എനിക്കറിയാം, അതിപ്പോഴൊന്നും അല്ല. പുനരുദ്ധാനത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉയർത്തെഴുന്നേക്കും, ഇപ്പോഴെഴുന്നേക്കുകയില്ല. ഉടനെ പറഞ്ഞു ലാസർ ഉറങ്ങുകയാണ്. ഉടനെ വട്ടൻ ചത്ത് 3 ദിവസമായിട്ട് കഥ ഇറക്കിയവൻ കഴിഞ്ഞപ്പോൾ ആളെക്കുറിച്ച് ഒരു മനുഷ്യൻ പറയുകയാണ് ലാസർ ഉറങ്ങുക എന്ന്. അപ്പോൾ 2 വിഭാഗക്കാരവിടെ ഉണ്ടായി. ഒന്ന് ലാസർ ജീവിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരും ലാസർ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരും. 2 വിഭാഗം ഉണ്ടായി. നിങ്ങളുടെ അഭിപ്രായം ലാസർ മരിച്ചെന്നാണോ ജീവിച്ചിരിക്കുന്നതെന്നാണോ? കൂടുതൽ പേര് ഇപ്പോൾ വിശ്വസിക്കുന്നത് ലാസർ എന്താണ്? ലാസറിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയി ലാസറിനെ എവിടെ വെച്ചിരിക്കുക? കല്ലറയ്ക്കകത്ത് വെച്ചിരിക്കുക. ലാസർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു വിശ്വസിക്കുന്ന ആളുകളാണല്ലോ നിങ്ങൾ. ആണല്ലോ? അതെ. നാളെ 30ാമത്തെ വയസ്സിൽ ഭർത്താവ് ഏതെങ്കിലും കാരണവശാൽ ഒരു ആക്സിഡൻറ്റിലോ വല്ലതും മരിച്ചു പോയി കഴിയുമ്പോൾ പെട്ടി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കരയരുത്. കാരണം എന്താ? കേട്ടപ്പോൾ തന്നെ പേടിയാ മുടിയാനായിട്ട്. ഇത് നമുക്ക് ടേക്കുമോ? ഇടിമിന്നൽ വരുന്ന പോലെ ഇത്തിരി വർത്താനൊക്കെ പറയാം ഇത്. അപ്പം നിങ്ങൾ പറയണം, നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം, എൻ്റെ ഭർത്താവ് ജീവിക്കുന്നു. പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ് ആരെയെങ്കിലും നമ്മുടെ ഇടയിൽ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ മനുഷ്യൻ ചത്തു എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് ജീവിക്കുന്നത്. യേശുവോ മരിച്ച മനുഷ്യൻ ജീവിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ ആളുകൾക്ക് വിശ്വാസം എന്ന് പറയുന്ന സാധനം ഉണ്ടോ? നമ്മുടെ അപ്പൻ മരിച്ചു കിടക്കുന്നു, നമ്മൾ വിശ്വസിക്കുന്ന എന്നതാ? അപ്പൻ മരിച്ചു, എല്ലാം പോയില്ലേ. ഒരിക്കലും 45-50 വയസ്സുള്ള ഒരു സ്ത്രീ എൻ്റെ അടുക്ക് വന്നു. 80 വയസ്സുള്ള അമ്മ മരിച്ചു. എന്നോട് പറയാണ് എൻ്റെ ഉള്ള എല്ലാ വിശ്വാസം പോയി. ഞാൻ ചോദിച്ചാൽ എന്താ? അമ്മ ഇങ്ങനെ മരിക്കുമെന്ന് ഞാൻ ഓർത്തില്ല, അതുകൊണ്ട് എൻ്റെ വിശ്വാസം മുഴുവൻ പോയി. ആ വ്യക്തി വിശ്വാസിയാണോ? വിശ്വാസിയല്ലായിരുന്നു. അപ്പോൾ പ്രിയമുള്ള യേശുക്രിസ്തു ആ കല്ലറയുടെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ കല്ലറയുടെ മുമ്പിൽ ഒരു കല്ലെടുത്ത് വച്ചിരിക്കുക. എന്ത് കല്ല? ആര് വെച്ച കല്ല? അവിശ്വാസികൾ വെച്ച കല്ല് അവിടെ ഇരിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിന് വേണ്ടി ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഈ കല്ല് മാറട്ടെ. മാറ്റിയോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നെഞ്ചത്ത് നിങ്ങൾ വച്ചിരിക്കുന്ന കല്ലുകൾ ആരെടുത്ത് മാറ്റണം? അവിശ്വാസത്തിൻ്റെ കല്ല് നിങ്ങൾ മാറ്റണം. Beshmari